അണ്ണാ അവന്റെ അണ്ടർവെയർ ഊരെടുക്കണ്ണ. ചേട്ടാ എന്നോട് ക്ഷമിക്ക് ചേട്ടാ. അഭി ചേട്ടന്റെ അനിയനെന്ന് ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. എന്നോട് ക്ഷമിക്ക് ചേട്ടാ. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താടാ എന്താടാ ചെറുക്കാൻ നീ പറയണത്? എന്താടാ ചേട്ടാ ബജാജ് പോയിട്ട് ഒരു തെറ്റ് പറ്റിയതാ. ഒന്ന് ക്ഷമിക്ക് ചേട്ടാ. പ്ലീസ് ചേട്ടാ. എന്റെ അനിയനെ തൊടാനുള്ള ധൈര്യം നിനക്കുണ്ടോടാ? ഉണ്ടോടാ? ഉണ്ടോടാ? ഇല്ല അണ്ണ, മാപ്പാക്കണം അണ്ണ. ക്ഷമിക്ക് അണ്ണ. അണ്ണ മാപ്പാക്കണം അണ്ണ. അണ്ണ അവന്റെ അണ്ടർവെയർ ഊരെടുക്കണ്ണ. അവനെ വെറുതെ വിടരുത്. എന്റെ അനിയനെ തൊടാനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് തുണി എടുക്കാൻ ആഗ്രഹമില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ നിനക്ക്? പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ക്ഷമിച്ചു വിടാൻ ഞാൻ തമ്പായിയോ തമ്പാച്ചനോ അല്ല, ആഞ്ഞോ ട്രവസറാണെന്തോടാ, ട്രവസറാണെന്തോ. അണ്ണനായിട്ട് പൊട്ടിക്കഴിഞ്ഞ ഈ സ്കൂളിൽ ആർക്കും ട്രൗസറാണില്ല, തുണി പോലും കാണില്ല. മനസ്സിലാക്കണം. മനസ്സിലായോ? ബജാജ് പെട്ടെന്ന് തോന്നുന്നു. എന്താടാ നിന്റെ പേര്? ചെള്ളു ചെറുക്ക, എന്താടാ നിന്റെ പേര്? എന്താടാ? എന്റെ പേര് അച്ചു. അച്ചു എന്താടാ? അച്ഛനാ? ഞങ്ങളുടെ അച്ഛനായ നീ ഇത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അച്ഛനായ? അച്ഛോ ചേട്ടാ, അച്ഛനല്ല, അച്ചു. അച്ചു ACHU അച്ചു. അത് അച്ചൂന്നോട് വായിക്കാം. അച്ചൂന്നല്ലേ? നീ എവിടെ നിന്ന് വരുന്നേ? മെൽവിനെ നാറാൻ നിൽക്കണ്ട, സ്പെല്ലിങ് കറക്റ്റാ. നീയൊന്നും മിണ്ടാതിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അക്ഷര വിദ്യാഭ്യാസമില്ലാത്തരാന്ന് വിചാരിക്കും കേട്ടാ. മിണ്ടാതിരിക്കും. അയ്യോ അണ്ണ, സോറി അണ്ണ, ചെറുതായിട്ടൊന്ന് മനസ്സ് കാണിക്കാൻ നോക്കിയതാ. സോറി. നീ അങ്ങനെയല്ലല്ലോടാ ഈ സ്കൂളിൽ പറഞ്ഞെടുക്കണം. നിന്റെ പേര് എന്തോ വേറൊരു പേരാണല്ലോടാ. ആ പേര് പറയടാ, നിന്റെ വട്ടപ്പേര് പറയടാ, പറയടാ. അത് അണ്ണ ബജാജ്. ബജാജ് ക്ഷമിക്കണം. അണ്ണന്റെ അനിയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അണ്ണ. ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കണം. ഇനി എങ്ങനെ നീ എന്റെ അനിയനെ തൊട്ടുവെന്ന് ഞാൻ അറിഞ്ഞേ. നിന്റെ അണ്ടർവെയറില്ലേ, അതങ്ങനെ ഞാൻ ഊരിയെടുക്കും. പിന്നെ നിനക്ക് സ്നാനമുണ്ടാവില്ല. നീ തുണിയില്ലാതെ ഓടേണ്ടി വരും. തുണിയില്ലാതെ, മനസ്സിലായോ നിനക്ക്? സുബുവേ, എന്തുവാടാ നീ പറയണത്? എന്താടാ സുബ്രമോനെ? ഒരു കഥ പറയുമ്പോ വാലും തുമ്പും മര്യാദയ്ക്ക് മനസ്സിലാക്കേണ്ടതില്ല. പറ. നീ വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കണ്. ഇവിടെ എങ്ങനെ അടിയാവാൻ കാരണം അത് പറ. ഈ അബീര ചേട്ടൻ സി ക്ലാസ്സിലെ പിള്ളേർ തിരിക്കാണ്ടായ കാരണം അത് പറ നീ. സോറി രമണിയ, ഞാൻ ആവേശത്തിന് കുറച്ചും കൂടി സ്പീഡിൽ പറഞ്ഞു പോയി. ഞാൻ പറയാം ഇവരെങ്ങനെ അടിയാവാൻ കാരണം. അത് ഈ സംഭവം നടക്കണത് അബി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ. 1ാം ക്ലാസ്സില്. പൊന്നു സുബുവ, നീ കഥ പറയുമ്പോ വാലും തുമ്പായിട്ട് മര്യാദയ്ക്ക് പറ. അല്ലാണ്ട് കുറെ സ്പീഡ് അപ്പുറം ഇപ്പുറമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവൂടാ. എങ്ങനെ അടിയാവുന്ന കറക്റ്റായിട്ട് പറ കേട്ടാ. പോണെ ഞാൻ പറയാൻ ശ്രമിച്ചങ്ങനെ. ഇവിടെ അടിയാവാൻ കാരണമായിട്ട് മെയിനായിട്ട് മാർക്ക് ഞാൻ വിഷയം. മാർക്ക് എങ്ങനെ എങ്ങനെയാ? അഭിജയായിരുന്നു 1ാം ക്ലാസ്സിലെ മൊത്തം ഫസ്റ്റ്. അപ്പൊ സി ക്ലാസ്സിലെ പിള്ളേര് മോടിടാൻ വന്നു. അഭിജയ് ഫസ്റ്റ് ആയ എന്റെ തുറക്കില്. അതെന്തിനാ മോടിടാൻ വന്നടാ സുബുവ? അത് സി ക്ലാസ്സിന് എപ്പോഴും ഫസ്റ്റ് അവർ, അവന്മാരാണ് ഫസ്റ്റ് അവർ. ഇപ്പൊ ഇവൻ ഫസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ ചൂട്ടിടാൻ വന്നത്. നീ ആണോട്ടാ 1ാം ക്ലാസ് എ ക്ലാസ്സിലെ അഭിജയ്? ആണോട്ടാ? ചട്ടിച്ചടയാ ആണോട്ടാ? എന്റെ പേര് അഭിജയ്. എന്റെ ഡൗട്ട് ചോദിക്കാൻ വന്നോ? അട ചെറുക്ക, ഞങ്ങളെ കുറച്ച് ഡൗട്ട് തീർക്കാൻ വന്നതാ. ഇതോട് കൂട്ടി നിന്റെ ഡൗട്ട് ഞങ്ങൾ തീരുമാനമാക്കും. നീയല്ലേ എ ക്ലാസ്സിലെ പുതിയ അഡ്മിഷൻ അല്ലടാ? ഇപ്പൊ അടുത്തിറങ്ങിയ ഇറക്കുമതി നീയല്ലേ? വന്നപ്പോഴേക്കും നീ ഫസ്റ്റ് അയ്യോ? അങ്ങനെയൊന്നുമില്ല. അന്ന് നടക്കണ ഞാൻ അപ്പൊ തന്നെ പഠിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വൈകിട്ടതല്ലേ. നീ വലിയ പഠിപ്പിച്ചാണ് എന്ന് നിനക്ക് വല്ല തോന്നലുമുണ്ടോടാ? ഉണ്ടോടാ ചട്ടിച്ചളിയ? എനിക്കങ്ങനെ തോന്നലൊന്നുമില്ല. ഞാൻ പഠിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനങ്ങനെയൊന്നുമില്ല. നീ മുമ്പ് പഠിച്ച സ്കൂൾ ഏതായിരുന്നോടാ? ഏതായിരുന്നോടാ പറയട്ടാ. ഞാൻ മുമ്പ് പഠിച്ചത് സെന്റ് ജോസഫിലായിരുന്നു. സെന്റ് ജോസഫ്. നീ എവിടെ നിന്ന് വന്നതായാലും ഞങ്ങളായിരിക്കണം ഫസ്റ്റ്. ഇനി നീ ഫസ്റ്റ് ആവാൻ പാടില്ല. നിനക്ക് മനസ്സിലായോ? ഇനി നീ ഫസ്റ്റ് ആയാൽ നിന്റെ ചട്ടിത്തലയെ ഞങ്ങൾ മുട്ടയടിച്ച് നിന്റെ മുട്ടിശൂലം കുത്തി ഞങ്ങൾ കെട്ടിവിട്ടും. മനസ്സിലായോ നിനക്ക്? സി ക്ലാസ്സിലെ പിള്ളേരാണ് ഇപ്പോഴും ഫസ്റ്റ് ആവാറുള്ളത്. സി ക്ലാസ് ആണ് ഫസ്റ്റ്. 1ാം ക്ലാസ് സി. അതാണ് ഈ ടീച്ചർമാരുടെയും സ്കൂളിന്റെയും അഭിമാനം. ഇനി എ ക്ലാസ്സിൽ ഫസ്റ്റ് വരരുത് നീ. മനസ്സിലായോ നിനക്ക്? മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ ഒരുക്കി കൂട്ടി വരേണ്ടി വരും. അത് നിനക്ക് നല്ലതാവില്ല. മനസ്സിലായോ നിനക്ക്? നിനക്ക് മനസ്സിലാവുന്ന പക്ഷേ ഞങ്ങൾ പറഞ്ഞു തന്നാൽ നിനക്ക് താങ്ങാനാവില്ല. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലായോ? ബജറ്റ് ബ്രോ, ഇവൻ വലിയ ടീച്ചറുടെ മോനെ. അതാണ് ഇവിടെ ഇങ്ങനെ കേട്ടത് ഞൊളകണത്. ആണോട്ടെ ചട്ടിത്തലയ? നീ വലിയ ടീച്ചറുടെ മോനായത് കൊണ്ടാണോ നീ ഇങ്ങനെ കേട്ടത് ഞൊളകണത്? ആണോട്ടാ? നീ എവിടേക്കും പോകില്ല. നീ മാർക്ക് വാങ്ങില്ല എന്ന് നീ ശബ്ദം ചെയ്യാതെ നിന്നെ വിട്ടില്ല ഞങ്ങൾ. ഞാൻ മാർക്ക് വാങ്ങും. ഒന്ന് പോടോ.
ഇത് ബ്രോ ഇവന്റെ മൂട്ടിൽ നമുക്ക് ചോളം കിട്ടിയാലോ? അതെങ്ങനെയുണ്ട് ഐഡിയ? ഇനി അങ്ങനെ നീ ഫസ്റ്റ് വെട്ടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ മരണം ഞങ്ങളുടെ കൈ കൊണ്ടായിരിക്കും. അത് നീ മനസ്സിലാക്കിക്കോ. അപ്പൊ നീ അന്ന് നടക്കേണ്ട കാര്യങ്ങൾ പഠിക്കട്ടെ. പ്രശ്നം തീർന്നില്ലേ? സി ക്ലാസ് ആവണം ഫസ്റ്റ്. സി ക്ലാസ് ആണ് ഫസ്റ്റ്. അതാണ് ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനം. ഞങ്ങളാണ് ഫസ്റ്റ്. മനസ്സിലായോ നിനക്ക്? എന്ത് പറഞ്ഞിറങ്ങി ചട്ടിക്കളയാ? നീ എങ്ങാനും ഇനി ഫസ്റ്റ് അടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ കാല് നിന്റെ കഴുത്തിൽ അമരും. കേട്ടോ? ചട്ടിക്കളയാ. എനിക്ക് വേദനിക്കുന്നു. പിന്നെ നീ എന്താ വിചാരിച്ചിട്ട് നിന്നെ സുഖിപ്പിക്കാനാണ് ഞാൻ നിന്നെ ചവിട്ടി കിട്ടതെന്നോ? നിനക്ക് വേദനിക്കാൻ തന്നെയാണ് ചട്ടിക്കളയാ. ഇനി നീ ഫസ്റ്റ് അടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഉറക്കും. നല്ല അടിപടി ഞങ്ങൾ നിന്നെ ഉറക്കും. കേട്ടോ അഭിജയേ? ടീച്ചറുടെ മോനാണ് അച്ചാറിന്റെ മോനാണെന്നുള്ള ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട. നിനക്ക് മനസ്സിലായോ? പൾസറേ ടോളെടുക്ക്. ടോള് ഉറുമ്പ് പൊടി വേണോ അല്ലെങ്കിൽ ചൊറിച്ചിൽ പൊടി വേണോ? ഇവനെന്തായാലും ബെസ്റ്റ് ചൊറിച്ചിൽ പൊടി തന്നെയായിരിക്കും. അതായിരിക്കും നല്ലത്. അണ്ണൻ ഈ ലെവലെടുത്തേണ്ട ആളൊന്നല്ല, കുറച്ചും കൂടി ലോ ലെവലെത്തേണ്ട ആളാ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് മെൽവിനെ? എന്താടാ? അല്ല അണ്ണൻ ഈ സിഗ്നേറ്റ് നടക്കണ കാരണമുണ്ട് അണ്ണന് കാര്യം വായി നോക്കത്തേ. അണ്ണന് എത്ര ലൈൻ കിട്ടേണ്ടത്, എത്ര പേര് അണ്ണനോട് ഇഷ്ടമെന്ന് പറഞ്ഞത്, എന്നിട്ട് എന്താ അണ്ണൻ ആരും നോക്കാത്തത്? എനിക്കതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലടാ മെൽവിനെ. അതൊക്കെ എന്തിനാടാ? അതൊക്കെ പെർമനന്റ് ആണോ? ഇപ്പൊ പഠിക്കേണ്ട സമയല്ലേ? നീ ഇരുന്ന് പഠിക്കേ. അണ്ണേ എന്നിട്ട് സംഭവം തന്നെ ആ ബേക്കറിക്കുന്ന പിള്ളേരില്ലേ എന്നെ വഴി നോക്കുന്നുണ്ട് ചെറുതായിട്ട് എനിക്ക് മനസ്സിലായി. നീ അതൊന്നും നോക്കാൻ നിൽക്കണ്ട. അതൊക്കെ നോക്കിയാ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. മനസ്സിലായ മെൽവിനെ? അണ്ണാ അണ്ണി മറ്റേതാണോ? മറ്റേത് അച്ഛേ മറ്റേതാ? ഏത് മറ്റേത്? ഓടാ നോക്കിയാട്ടാണ്. അയ്യോ സോറി അണ്ണ, അങ്ങനെ വെച്ച് പഠിച്ചല്ലേ. ഫണ്ണി. എന്ത് ക്യൂട്ടാ അല്ലടി. നിന്റെ ഡാഡിക്ക് ചളിക്കണ്ടത്തിലുള്ള പണി ആണോടി? എന്ത് മനോഹരമായ തമാശകളാണ് ഇറക്കുന്നത് ഓരോ ദിവസവും. നീ പറഞ്ഞത് നന്നായി. നിനക്കൊരു ബുക്കിറക്കി കൂടെ? കൂട്ടുകാരനല്ലേ എന്താണ് ഇതിനാ? എന്ത് പറഞ്ഞു നീ? ആരിടിക്കുന്നത്?